അങ്ങനെ ആ കള്ളത്തരവും പൊതുജനം കയ്യോടെ പിടികൂടി. എന്തിനാണ് നമ്മുടെ രാജ്യത്തെ ചൈനയ്ക്ക് മുന്നിൽ ഇങ്ങനെ നാണം കെടുത്തുന്നത്? നിങ്ങൾക്ക് അവകാശമില്ലാത്ത ഒരു കാര്യത്തിൽ അവകാശവാദവുമായി എന്തിനാണിങ്ങനെ നാണം കെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്? പറയാൻ വേണ്ടി പോകുന്നത് തമിഴ്നാട്ടിലെ മാമല്ലപുരം ആരാണ് തിരഞ്ഞെടുത്തത് എന്നതിനെ കുറിച്ചാണ്. നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയത് മാമല്ലപുരത്താണ്. മാമല്ലപുരത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതുകൊണ്ട് തന്നെ BJPയും മോദിയും അവകാശപ്പെട്ടു മാമല്ലപുരം തിരഞ്ഞെടുത്തത് തങ്ങളാണ് എന്ന്. അങ്ങനെ വലിയ പ്രശംസ മോദിയെയും BJPയെയും തേടിയെത്തി. എന്തിനു വേണം പറയാൻ, ഏറ്റവും വലിയ വിമർശകരായ DMK പോലും മോദിയുടെ ഈ തീരുമാനത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നു. അതോടൊപ്പം തമിഴ്നാട്ടിലെ നല്ലവരായിട്ടുള്ള മതേതരത്വ വിശ്വാസികൾ നരേന്ദ്രമോദിയുടെ ഈ തീരുമാനത്തെ വലിയ രീതിയിൽ പുകഴ്ത്തി തന്നെ പറഞ്ഞു. കാരണം തമിഴ്നാടിനെ തിരഞ്ഞെടുക്കാറില്ല. ഈ വിഷയത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ വലിയ അഭിനന്ദന പ്രവാഹം മോദിക്ക് എത്തപ്പെട്ടു എന്നുള്ളത് ശരിയായ കാര്യമാണ്. എന്നാൽ ഈ വാദം തെറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ള വിവരം. നരേന്ദ്രമോദിയോ BJPയോ അല്ല തമിഴ്നാട്ടിലെ മാമല്ലപുരത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ അവകാശവാദം തെറ്റ് എന്നുള്ളതിന് വസ്തുതാപരമായിട്ടുള്ള തെളിവുണ്ട്. ചൈനീസ് അംബാസിഡർ, അതായത് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡറും ചൈനീസ് വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രിയുമായിട്ടുള്ള ലുയോ ഹുയ് ആണ് മാമല്ലപുരം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാതെ നരേന്ദ്രമോദിയോ BJPയോ അല്ല. ചൈനക്ക് തമിഴ്നാടുമായി അല്ലെങ്കിൽ മാമല്ലപുരവുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സിനിമയാണ് ഏഴാം അറിവ്. അതായത് ഗുപ്തന്മാർക്ക് ശേഷം ദക്ഷിണേന്ത്യയിൽ വന്ന രാജവംശമാണ് പല്ലവ രാജവംശം. പല്ലവ രാജാക്കന്മാരിൽ ഏതോ ഒരു രാജാവിൻ്റെ മൂന്നാമത്തെ മകനാണ് ബോധിധർമ്മ. ബോധിധർമ്മ എന്ന് പറയുന്നത് ചൈനയിലെ വിഖ്യാത ബുദ്ധ സന്യാസിയാണ്. ചൈനക്കാരുടെ ഒരു ആരാധന പുരുഷൻ തന്നെയാണ് ബോധിധർമ്മ. ബോധിധർമ്മയെക്കുറിച്ച് നമ്മൾ ഏഴാം അറിവ് എന്ന ചിത്രത്തിൽ വളരെയധികം പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചൈനക്കാർക്ക് തമിഴ്നാടുമായി ഒരുപാട് ബന്ധമുണ്ട്. അവരുടെ ആരാധന പുരുഷനായിട്ടുള്ള ബോധിധർമ്മയുടെ നാടാണ് തമിഴ്നാട്. മാത്രമല്ല പല്ലവ രാജാക്കന്മാർ ചൈനയുമായിട്ട് വ്യാപാര പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതായത് ചൈനീസ് യാത്രികർ ഇതിനെക്കുറിച്ച് വളരെയധികം വിശദമായി പറയുന്നുമുണ്ട്. അങ്ങനെ ചൈനക്ക് ഏറെ ബന്ധമുള്ള ഒരു നാടാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ പല പ്രദേശങ്ങളുമായി ചൈനക്ക് വളരെയധികം ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് ചൈന മുന്നോട്ട് വെച്ചതാണ് മാമല്ലപുരം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തമിഴ്നാട്ടിലെ മാമല്ലപുരം ആയിക്കോട്ടെ എന്നാണ് ചൈനീസ് ഇന്ത്യയിലെ അംബാസിഡർ ആയിട്ടുള്ള ലുയോ ഹുയ് പറഞ്ഞതും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് മാമല്ലപുരം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാതെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ BJPയോ മുന്നോട്ട് വെച്ചതല്ല തമിഴ്നാട്ടിലെ മാമല്ലപുരം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു തരാം. BJP ശ്രമിക്കുന്നത് വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് തമിഴ് രാഷ്ട്രീയത്തിൽ BJPക്ക് കൃത്യമായ ഇടപെടൽ നടത്തണം. അതിനുവേണ്ടി ചൈനക്കാരുടെ ക്രെഡിറ്റ് ഇങ്ങ് മോദിയും കൂട്ടരും തട്ടിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തമിഴ് മക്കൾ ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് വലിയ രീതിയിൽ നന്ദി പറഞ്ഞ് രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് വ്യക്തമായിരിക്കുന്നു മാമല്ലപുരം എന്നുള്ളത് ചൈനക്കാരുടെ തീരുമാനമായിരുന്നു എന്നുള്ളത്. ഇത് ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് മോദിയുടെയും BJPയുടെയും അവകാശവാദം 8 നിലയിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.